പാസ്റ്റർ കെ ഇ എബ്രഹാമിന് അധ്യാപക ജോലി നൽകിയ, വിവാഹ ശുശ്രൂഷ നിർവഹിച്ച, ശുശ്രൂഷകനാക്കിയ ആ സഭ ദക്ഷിണേന്ത്യ ദൈവസഭ എന്ന് ഇന്നറിയപ്പെടുന്ന ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ്. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ട ജോൺ എ ഡി ഖാൻ നേതൃത്വം നൽകിയ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് ഇന്ന് ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഈ സഭയുടെ ആസ്ഥാനം എറണാകുളം വൈറ്റിലയിലെ എക്ലീഷ്യയിലാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക നേതാവായിരുന്ന പാസ്റ്റർ കെ ഇ എബ്രഹാം മുളക്കുഴയിൽ റവറൻഡ് പി ജെ ഫിലിപ്പുമായി ദീർഘകാലം പ്രവർത്തിക്കുകയും ധാരാളം അക്രൈസ്തവർ കർത്താവിൽ വിശ്വസിച്ച് ദക്ഷിണേന്ത്യ ദൈവസഭയോട് ചേരുകയുമുണ്ടായി. 2 സ്കൂളുകൾ പി ജെ ഫിലിപ്പിൻ്റെ ശ്രമഫലമായി പന്തളത്തും കരുവാറ്റയിലും ഉണ്ടായിരുന്നു. ഇതിൽ ഒരു സ്കൂളിൽ പാസ്റ്റർ കെ ഇ എബ്രഹാമിന് അധ്യാപകനായി ജോലി കൊടുക്കുകയും ചെയ്തു. 1922 ജനുവരി 30 ഒരു തിങ്കളാഴ്ച ദിവസം അങ്ങാടിക്കൽ തെക്ക് ഗിരിദീപം ദക്ഷിണേന്ത്യ ദൈവസഭ ഇമ്മാനുവേൽ ചാപ്പലിൽ വെച്ച് പാസ്റ്റർ കെ ഇ എബ്രഹാമിൻ്റെ വിവാഹം തൻ്റെ 22ാമത്തെ വയസ്സിൽ റവറൻഡ് പി ജെ ഫിലിപ്പ് നടത്തിക്കൊടുത്തു. പേരിൽ സമാനതകളുള്ള 2 സഭകളായിരുന്നു ജോൺ എ ഡി ഖാൻ്റെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയും മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയും. ആ സമാനതകളുള്ളതിനാൽ പൂർണ്ണ സുവിശേഷ സത്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കുക്ക് സാഹിബ് നേതൃത്വം നൽകുന്ന സഭയുടെ പേരിൽ ഫുൾ ഗോസ്പൽ എന്നുകൂടി ചേർത്തു. അങ്ങനെയാണ് ഇന്ത്യ ദൈവസഭയ്ക്ക് ഫുൾ ഗോസ്പൽ എന്ന് കൊടുത്തതിൻ്റെ പിന്നിലെ കാരണം. ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന പെന്തക്കോസ്ത് സഭ അന്ന് 140 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയെ ഇളക്കി മറിച്ച ഒരു സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ദക്ഷിണേന്ത്യ ദൈവസഭ എന്നായിരുന്നു അതിൻ്റെ പേര്. കേരളത്തിൽ ഇന്നുള്ള പ്രമുഖ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ എല്ലാം മഹാന്മാരായ പെന്തക്കോസ്ത് നേതാക്കളിൽ പലരും ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യയുടെ അംഗങ്ങളോ പ്രവർത്തകരോ ആയിരുന്നിട്ടുണ്ട്. ഇന്ന് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ഒറീസ, കൽക്കട്ട, മേഘാലയ, മിസോറാം, പഞ്ചാബ്, കാശ്മീർ, ആസാം എന്നിങ്ങനെ ധാരാളം സംസ്ഥാനങ്ങളിൽ ഈ സഭ പ്രവർത്തിച്ചു വരുന്നു. മലയാളക്കരയിൽ ക്രൈസ്തവ മിഷണറിമാർ സുവിശേഷത്തിൻ്റെ ദീപവുമായി സഞ്ചരിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 1880 ദക്ഷിണേന്ത്യ ദൈവസഭയുടെ പ്രാരംഭം കുറിച്ചത് കൽക്കത്തയിലെ ഇസ്ലാം വിശ്വാസിയായിരുന്ന കൺവേർട്ടായ എ ഡി ഖാനായിരുന്നു. ആസാമിലെ ബ്രാഹ്മണ കുലജാതനായ നിക്കോൾസ് റോയിയും ദക്ഷിണേന്ത്യയിലെ സിറിയൻ ക്രിസ്ത്യാനിയായ പി ജെ ഫിലിപ്പുമാണ് ഈ സംഘടനയ്ക്ക് തുടക്കമിട്ടത്. അവർ മലങ്കരയുടെ മടിത്തട്ടായ ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി കേന്ദ്ര ഓഫീസ് പണിതു. കേരളത്തിൽ ദക്ഷിണേന്ത്യ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് മിഷണറിമാരുടെ സഹായത്തോടുകൂടി പണിതുയർത്തിയ ഇമ്മാനുവേൽ ചാപ്പൽ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ അനേകം ദൈവമക്കൾക്ക് ഒരാശ്വാസ കേന്ദ്രമായി നിലകൊള്ളുന്നു. കേരളത്തിൽ ആദ്യമായി പെന്തക്കോസ്തിൻ്റെ ദീപം തെളിയിച്ച പി ജെ ഫിലിപ്പുമായി വിയോജിച്ച പലരും ഈ സഭയിൽ നിന്ന് മാറി പുതിയ സഭകൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ പലരും സഭ വിട്ടുപോയെങ്കിലും റവറൻഡ് പി ജെ ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ സഭ വളർന്നുകൊണ്ടിരുന്നു. ഉപദേശത്തിലും ജീവിത വിശുദ്ധിയിലും അനേകർക്ക് മാതൃകയായിരുന്ന ഒരു കർത്തൃദാസനായിരുന്നു റവറൻഡ് പി ജെ ഫിലിപ്പ്. എഴുത്തുകാരനും വാഗ്മിയും വേദപണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പ്രാരംഭ കാലഘട്ടത്തിൽ വിശ്വാസികൾ സ്വഭവനത്തിൽ ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടങ്ങൾ സ്വദേശികളുടെയും വിദേശികളുടെയും ശ്രമഫലമായി സഭാഹാളുകൾ പണിത് ആരാധന ആരംഭിച്ചു. പ്രാരംഭ ദശയിൽ സുവിശേഷവുമായി റാന്നി, കോന്നി, പായിപ്പാട്, പാണ്ടനാട്, പുളിക്കീഴ്, കാർത്തികപ്പള്ളി ആദിയായ സ്ഥലങ്ങളിൽ അനേകർ ക്രൈസ്തവ വിശ്വാസികളായി മാറുകയുണ്ടായി. 40 വർഷക്കാലം പി ജെ ഫിലിപ്പിൻ്റെ പ്രവർത്തന ഫലമായി ധാരാളം സ്ഥലങ്ങളിൽ സഭ രൂപീകൃതമായി. വടക്ക് മലബാറിൽ കണ്ണൂർ മുതൽ തെക്ക് പത്തിയൂർ വരെ പ്രാദേശിക സഭകളും സ്ഥാപനങ്ങളുമുണ്ടായി. ചെങ്ങന്നൂരിൽ ഇമ്മാനുവേൽ ചാപ്പൽ, ഗിരിദീപം പ്രസ്, പുല്ലാട്ടും പുതിനൂരും കോയിപ്പുറത്തും ആരാധനാലയങ്ങൾ, പന്തളത്തും കരുവാറ്റയിലും 2 സ്കൂളുകൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ദക്ഷിണേന്ത്യ ദൈവസഭയ്ക്കുണ്ടായി. റവറൻഡ് പി ജെ ഫിലിപ്പിൻ്റെ അന്ത്യകാലത്ത് വിദേശ മിഷണറിയായിരുന്ന റവറൻഡ് ഗോൾഡൻ എ ഷീക്ക് 15 വർഷം സഭയുടെ വളർച്ചയ്ക്കായി ചെങ്ങന്നൂരിൽ താമസിച്ചുകൊണ്ട് അധ്യധ്വാനം ചെയ്തു. കേരളത്തിലെ ഈ സഭയുടെ ആസ്ഥാനം എറണാകുളം നഗരത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ച പാലാരിവട്ടം എക്ലീസിയയിലാണ്. യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, സ്നാനം, തിരുവത്താഴം, പരിശുദ്ധാത്മ നിറവ് എന്നീ അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വസിച്ച്
അവ വായിക്കുകയും ജീവിത വിശുദ്ധിയിലും വേർപാടിലും ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നതാണ് സഭയുടെ ലക്ഷ്യം. എക്ലീസിയ എന്ന പദത്തിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാകുന്നു. യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, സ്നാനം, തിരുവത്താഴം, പരിശുദ്ധാത്മ നിറവ് എന്നീ അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വസിച്ച് അവ വായിക്കുകയും ജീവിത വിശുദ്ധിയിലും വേർപാടിലും ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. എക്ലീസിയായുടെ പ്രധാന പ്രവേശന കവാടം കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം നിലകൊള്ളുന്നത് സന്ദർശകർക്ക് വേണ്ടി നിർമ്മിച്ച ആർട്ട് ഗ്യാലറിയാണ്. ഇവയ്ക്കുള്ളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ക്യാൻവാസിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. റവറൻഡ് PJ ഫിലിപ്പിൻ്റെ നിര്യാണത്തിന് ശേഷം PV ജേക്കബ് വിദേശത്തെ തിരുവചന പഠനം പൂർത്തിയാക്കി 1969 ഈ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തപ്പെട്ടു. തൻ്റെ കഠിന പ്രയത്നം മൂലം കേരളക്കരയിൽ മാത്രം 42 സഭകൾ ഒതുങ്ങി നിന്ന പ്രവർത്തനത്തെ അന്യസംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് 176 സഭകളായി വർദ്ധിപ്പിക്കുകയുണ്ടായി. 1973 ചെങ്ങന്നൂരിൽ കേന്ദ്ര ഓഫീസിനോട് സമീപമായി PJ ഫിലിപ്പിൻ്റെ സ്മരണയ്ക്കായി നിരാലംബർക്കായി ഒരാശുപത്രി ആരംഭിച്ചു. 8 എയ്ഡഡ് സ്കൂളുകൾ ഇന്ന് ദക്ഷിണേന്ത്യ ദേവസഭ കേരളത്തിലുണ്ട്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.